ഞാൻ ഡോക്ടർ അഞ്ജലി, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്, എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആസ്മയെ പറ്റിയാണ്. ആസ്മ വളരെ കോമൺ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു കണ്ടീഷനാണ്. ആസ്മയെ ഒരു അസുഖം എന്നുള്ളതിലുപരി ഞാനൊരു കണ്ടീഷൻ എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അത് ശ്വാസകോശത്തിന് ചെറിയ ശ്വാസനാളികൾ, സ്മോൾ എയർവേസിൽ ഉണ്ടാകുന്ന ഒരു ഒബ്സ്ട്രക്ഷനാണ്. അതുകൊണ്ടാണ് വിട്ടുമാറാത്ത ചുമ, ശ്വാസതടസ്സം, വിമ്മിഷ്ടം മുതലായ സിംറ്റംസ് ഈ അസുഖങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇത് കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും ഒരേപോലെ കാണപ്പെടാറുണ്ട്. അപ്പം ഒരുപാട് പേഷ്യൻസ് എൻ്റെ OPDയിൽ ചോദിക്കാറുണ്ട്, ഡോക്ടറെ എനിക്ക് കുട്ടിക്കാലത്തൊന്നും ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നേ ഇല്ല, പക്ഷേ ഞാൻ ഈ പ്രായത്തിലെത്തിയ ഒരു 40 വയസ്സിനൊക്കെ ശേഷം, ഈ ഒരു പ്രായത്തിലെത്തിയ ശേഷം എനിക്ക് എങ്ങനെ ആസ്മ ഉണ്ടായി? അത് കുട്ടികളുണ്ടാകുന്ന ഒരു അസുഖമല്ലേ? ഇത് വളരെ കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംശയമാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത്. കാരണം ആസ്മയ്ക്ക് ഒരു പ്രായപരിധിയില്ല. കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ആസ്മ ചിലപ്പോൾ ഒരു ബാല്യകാലത്തിന് ശേഷം, ഒരു 14-15 വയസ്സിനൊക്കെ ശേഷം പൂർണ്ണമായും ഭേദപ്പെടാറുണ്ട്. ചിലപ്പോൾ അവർക്ക് ജീവിതകാലത്തിൽ ഒരിക്കലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല ചിലവരിൽ ഉണ്ടാകാറുമുണ്ട്. അഡൽട്ട് ഓൺസെറ്റ് ആസ്മ, അത് ഒരു പ്രായത്തിന് ശേഷം ഒരു 20കളിലോ നിങ്ങളുടെ 30കളിലോ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ മോസ്റ്റ് കോമൺ റീസൺ എന്ന് പറയുന്നത് അന്തരീക്ഷ മലിനീകരണം, എയർ പൊല്യൂഷൻ ഒരു കോമൺ ആയിട്ടുള്ള ഒരു റീസണാണ്. അതുപോലെ നിങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ, നിങ്ങളുടെ ഒക്കുപ്പേഷൻ, ലൈക്ക് നിങ്ങൾക്കുണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന എക്സ്പോഷേഴ്സ് ലൈക്ക് സ്മോക്ക്, ഡസ്റ്റ്, പിന്നെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ കിച്ചൺ ഷെഫായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ, ഇവരിലൊക്കെ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുപോലെ തന്നെ പല മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും ആസ്മ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കോസാണ് റെക്കറൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷനുകൾ, ശ്വാസകോശ ഇൻഫെക്ഷനുകൾ. അതും പലവരെയും ആസ്മ എന്ന കണ്ടീഷനിലേക്ക് നയിക്കാറുണ്ട്. അഡൽട്ട് ഓൺസെറ്റ് ആസ്മ അതിനാൽ തന്നെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആവുന്നു.